ഈ അറബിക്കഥ സിനിമയിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തോട് സലീം കുമാറിൻ്റെ കഥാപാത്രം കൊക്കക്കോള കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ക്യൂബ മുകുന്ദനാണല്ലോ. കൊക്കക്കോള കുത്തക പിന്നെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് കൊക്കക്കോളയോ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ സലീം കുമാർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൊക്കക്കോള നിങ്ങളെ പിടിച്ച് കടിച്ച എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ കൊക്കക്കോള നിങ്ങളെ പിടിച്ച് കടിച്ച? അതുപോലെ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ വന്ദേമാതരം പിടിച്ച് കടിച്ചോ? അല്ല, എനിക്ക് മനസ്സിലാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇവരെന്തിനാണ് ഇങ്ങനെ വെറുതെ കിടന്ന് ബലം പിടിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മുടെ ദേശീയ ഗീതം തന്നെയാണ്. മാത്രമല്ല ഈ പാർലമെൻറ്റ് ഇത് മസ്റ്റായും പാടണം, ഇതിന് തടസ്സപ്പെടുത്താം. നമ്മൾ ദേശീയ ഗാനത്തിൻ്റെ അതേ ജനഗണമനയ്ക്കുള്ള അതേ എന്താണ് പ്രാധാന്യവും അതിൻ്റെ ഒരു എന്താണ് സുരക്ഷയും ഒക്കെ തന്നെ ഇതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അവമാനിക്കാൻ പാടില്ല. അത് അതിനകത്ത് കാര്യം എന്താ, ഇപ്പോൾ ഈ CJP സമരം അതിൻ്റെ കൂടെ നിന്ന് CJP സമരം വിജയിച്ചു. അതിൻ്റെ അനുരണനം ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ടായി. ഇപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ പാർലമെൻറ്റിൽ എത്താൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് ശരിക്കും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന് വലിയൊരു ഊർജം പകർന്നുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ വന്ദേ മാതരം ചൊല്ലുന്നതിൻ്റെ ഒരു നാടകം AICC ആസ്ഥാനത്ത് അരങ്ങേറിയത്. ആ കിട്ടിയ ഒരു മൈലേജ് കൂടി ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അല്ല, അത് സോണിയാഗാന്ധി കൈയെടുത്ത് കാണിക്കുന്നു, നിർത്താൻ പറയുന്നുണ്ട്. അങ്ങനെ നിർത്താൻ പറ്റില്ല, അങ്ങനെ നിർത്താൻ പറയരുത്. നമ്മുടെ ദേശീയ ഗാനം പാടുമ്പോൾ ജനഗണമന പാടുമ്പോഴും നമ്മൾ അറ്റൻഷനായി നിൽക്കണം. നമ്മൾ വളരെ റെഡിയായി, നമ്മൾ ഒരിക്കലും അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കരുത് എന്നൊക്കെ അത് നമ്മുടെ ഒരു ദേശീയ ബോധത്തിന് നമ്മുടെ മര്യാദയുടെ ഭാഗമാണത്. ഒരിക്കലും നമ്മൾ ദേശീയ ഗാനം ആലോചിക്കാൻ നമ്മൾ ഇരിക്കും അവിടെ, നമ്മളെല്ലാം എണീറ്റ് ചെയ്യും. എത്ര വയ്യാത്ത ആൾ നമ്മൾ എണീറ്റ് ചെയ്യും. സിനിമാ തിയേറ്ററിലൊക്കെ ഇപ്പോൾ അത് ഉണ്ടായിരുന്നാണല്ലോ, മസ്റ്റാണല്ലോ. അതുപോലെ എല്ലാവരും എണീറ്റ് ചെയ്യും. നമ്മൾ ദേശീയ ഗാനമാണ്, അതുപോലെയാണ് ദേശീയ ഗീതവും. ഏതായാലും ഈ പാടാൻ വിളിച്ചുകൊണ്ടത് ആരാണെന്ന് അറിഞ്ഞൂടെ? AICC ആസ്ഥാനത്ത് അവർ നിർത്തിയില്ല, അവർ ഫുള്ള് പാടി. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് കിട്ടിയിരുന്ന ഒരു മൈലേജ് ഈ ഒരൊറ്റ വിഷയത്തോടു കൂടി ഇവരില്ലാതെ. അത് അവിടെ മാത്രമൊന്നല്ല, ഈ കേരളം ഒട്ടാകെ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പാടി, ഫുള്ള് പാടി. കേരളത്തിൽ മാത്രമാണ് ഇതിന് പിന്നെ എടാ വന്ദേ മാതരം പാടുമോ ഇല്ലയോ ഞാൻ ഉറ്റു നോക്കുകയാണ്. എന്നിട്ട് ഓരോ ചാനലിൽ വന്നിരിക്കുന്ന വാർത്തകളാണ്. തിരുവനന്തപുരത്ത് ഫോറസ്റ്റ് ആസ്ഥാനത്ത് വന്ദേമാതരം മുഴുവൻ പാടിയിരിക്കുന്നു, വന്ദേമാതരം മുഴുവൻ പാടിയിരിക്കുന്നു. എന്താണ് വന്ദേമാതരം മുഴുവൻ പാടിയാനുള്ള പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത സ്വാതന്ത്ര്യദിന പരേഡിന് പോയിരുന്നു. അവിടെ ചെല്ലുമ്പം അവിടെ ഈ വന്ദേമാതരം പാടിയില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ. വന്ദേമാതരം അത് പാടുന്നില്ല, പാടണ്ട. പാടുവാണെങ്കിൽ 2 വരി വെച്ച് പാടണ്ട എന്നുള്ളതാണ് പറയുന്നത്. മുഴുവൻ പാടുക. ഇത് മുഴുവൻ പാടുമ്പോൾ ആദ്യത്തെ 2 വരിക്ക് ശേഷമുള്ള ഭാഗം മുഴുവൻ വർഗീയതയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് ആലോചിച്ച് നോക്ക്. വേറെ ചിലർ ഒരിക്കൽ പറഞ്ഞു ജനഗണമനയെക്കുറിച്ച് ആരോപണം കൊണ്ടുവന്നു. അതിൽ പറയുന്ന കുറേ സ്ഥലങ്ങൾ ഇപ്പം പാകിസ്ഥാനിലാണെന്ന്, അതുകൊണ്ട് അങ്ങനെയൊന്നും പിന്നെ ഇവിടെ പാടാൻ പറ്റില്ലെന്ന് പറയുന്ന ഓരോ ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതമൊക്കെ എത്ര ഗംഭീരമാണ്. നമുക്ക് എത്ര എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും മഹത്തായ ദേശീയ ഗാനങ്ങളും ദേശീയ ഗീതമൊക്കെ നമ്മുടെ വക തന്നെ. അതെ അതെ അതെ. അത് വന്ദേമാതരം നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. എനിക്ക് തോന്നുന്നു ബംഗാളിൽ നിന്നാണ് ഇത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എഴുതുമ്പോൾ ഈ ആനന്ദമഠം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ളതാണ് ഈ വന്ദേമാതരം. ആ കവിത മുഴുവൻ അതിനകത്ത് ഉള്ളതാണ്. അത് അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾ അന്ന് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ് ഇത് വന്ദേ. കാരണം ഭാരതമാതാവ് എന്നുള്ള ഒരു സങ്കല്പം അന്ന് തന്നെ ഉണ്ട്. ഭാരതാംബയ്ക്ക് വേണ്ടി എന്തും വേണ്ടി സിനിമാ പാട്ടുകളും ദേശഭക്തി ഗാനങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? അതെ. ഭാരതാംബ എന്ന് പറയുന്നത് ഒരാൾ പട്ടുകാരി കൊടുത്ത് നിൽക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകാത്മക ചിത്രമാണ്. ഭാരതാംബ എന്നൊരാളില്ല. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരു മാതൃസങ്കല്പമാണ്. നമുക്ക് മാതൃരാജ്യം, നമ്മുടെ അമ്മ എന്നാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ സങ്കല്പം. അപ്പോൾ അത് BJP ഭരിക്കുന്നതുകൊണ്ട് മാത്രം ദേശസ്നേഹം അവരുടെ കുത്തകയാണെന്നും അവർ ദേശസ്നേഹികൾ ആവശ്യമില്ലാത്ത അടിച്ചേൽപ്പിക്കുന്നു, ഇത് ഇതര മതസ്ഥർ പാടരുതെന്നും അങ്ങനെയൊക്കെയുള്ള ഓരോ എന്തൊക്കെ ആരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ഈ പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ് ഇതൊക്കെ തന്നെ. ഇവർ പണ്ട് അന്നത്തെ കാലത്ത് തന്നെ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ ഈ പണി ചെയ്തതെന്നാണ് ഇപ്പോഴും നമ്മൾ കരുതേണ്ടത്. കാരണം അവരെല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ളൊരു വേർതിരിവ് കണ്ടിരുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനെയും ഒന്നായി ഇവർ കണ്ടിരുന്നില്ല, നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും നമ്മുടെ നാട്ടിലെ എല്ലാ പ്രക്ഷോഭങ്ങളിലും ഒക്കെ എല്ലാ മതത്തിലുള്ളവർ പങ്കെടുത്തിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കളിയാക്കുന്ന രീതിയിലൊരു പരാമർശം വന്ദേമാതരത്തിലില്ല. ഇല്ല. ഇത് നമ്മുടെ അമ്മ സങ്കല്പം മാത്രമാണ് അതിനകത്ത് പറയുന്നത് വന്ദേമാതരം. അതിനകത്ത് എവിടെയാണ് പിന്നെ ഇവർക്ക് ഇതിനകത്ത് തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് അമ്മ എന്നുള്ളത് ഒരു ഹിന്ദു സങ്കല്പമാണോ എന്ന് കരുതിയാണോ എന്നറിഞ്ഞു. എല്ലാവർക്കും അമ്മയുള്ളവർക്കൊക്കെ അമ്മ ഹിന്ദു അങ്ങനെ അമ്മ എന്ന് പറഞ്ഞൊരു മഹത്തായ സങ്കല്പമല്ലേ? അതെ.
എല്ലാവരും അമ്മ മുലയൂട്ടുന്ന അമ്മമാർ എന്നാണല്ലോ പറയുന്നത്, അതെ, അല്ലേ? അങ്ങനല്ലേ ഒഫീഷ്യലായിട്ട് പറയാറ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പദങ്ങളൊന്നും അല്ലല്ലോ അവിടെ പറയുന്നത്. അപ്പോൾ ഭാരതാംബ എന്ന് പറയുമ്പോൾ ഭാരതമാതാവിനെ ഒരു പ്രതീകമായി കണ്ടുകൊണ്ട് വന്ദിപ്പിൻ മാതാവിനെ എന്ന് പറഞ്ഞിട്ടാണ് വള്ളത്തോളിന്റെ കവിത തുടങ്ങുന്നത്. വന്ദിപ്പിൻ മാതാവിനെ. അപ്പോൾ അന്ന് വള്ളത്തോൾ BJP കാരനായിരുന്നു, അതോ അന്ന് BJP ഉണ്ടായിരുന്നു? അതല്ലേ RSS കാരനായിരുന്നു വള്ളത്തോൾ? അല്ലല്ലോ. നമ്മൾ ഓരോ കവികളും ആ കാലത്തെ സാമൂഹ്യ പ്രവർത്തകരും ചിന്തകന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ വളരെ ആദരവോട് കണ്ടിരുന്ന ഒരു ദേശഭക്തി ഗീതമാണ് വന്ദേ മാതരം. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന വലിയൊരു കാലഘട്ടം ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് തന്നെ പല ചരിത്രവും അവർ മാറ്റിക്കുറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ യാഥാർത്ഥ്യത്തിനെ മറച്ചു വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്ദേ മാതരത്തിനെ ക്രമേണ അവർ ഒഴിവാക്കിയതില്ല സ്ഥലത്ത്. കരുതാൻ അതാണ് ഈ നേരത്തെ തന്നെ ഇപ്പോഴും നമ്മൾ രാവിലെ ആകാശവാണി ഓണാക്കിയ വന്ദേ മാതരമാണ്. അത് ഫുള്ളും ഉണ്ട്. അതെ, അത് എത്രയോ വർഷം, അതായത് എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ റേഡിയോ ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഇവരവിടെ കിടന്ന് ഇന്നലെ കാണിച്ച നാടകങ്ങൾ എന്തൊക്കെയാണ്? സോണിയാഗാന്ധി കൈവച്ച് കാണിക്കുന്നു, ഖാർഗെ ഒരാളെ വിളിച്ചു വരുത്തുന്നു, രാഹുൽ ഗാന്ധി അങ്ങോട്ട് തെക്കുമൊക്കെ നോക്കി നിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒരു കോമഡി ഷോ അവരവിടെ നടത്തി എന്നുള്ളത്. അതിനിടയ്ക്ക് വന്ദേ മാതരം മുഴുവൻ പാടി തീരുകയും ചെയ്തു. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ശരി വന്ദേ മാതരം പാടി, എന്നാൽ പാടി തീർത്തിട്ട് പ്രതിഷേധം അറിയിക്കുക, അല്ലെങ്കിൽ ആരാണ് മുഴുവൻ പാടാൻ പറഞ്ഞാൽ ചോദിച്ചാൽ പോരെ. ആ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അതിന് ചാടി വീഴുന്ന തടസ്സം. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു അങ്ങനത്തെ ഒരു നേതാവാണ് അവിടെ ഉണ്ടായിരുന്നത്, ഒരിക്കലും ഒരു എതിർക്കില്ലായിരുന്നു, ശതമാനം ഉറപ്പാണ്. പക്ഷേ ഇവരൊക്കെ ഒന്നും അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. എല്ലാത്തിനും ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കണ്ണോടുകൂടിയാണ് ഇവർ കാണുന്നത്. എന്തായാലും ഭാഗമാണ് കേസെടുക്കുമെന്നാണ് അറിഞ്ഞത്. അതായത് ഡൽഹി പോലീസിൻ്റെ നിയമ ഉപദേശം തേടിക്കഴിഞ്ഞു, കേസെടുക്കാനുള്ള ഒരു നിയമോപദേശം തേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും എതിരെ കേസ് വരും. ഖാർഗെയ്ക്ക് ഇത്രയും പ്രായാധിക്യം ഉള്ളതുകൊണ്ട് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് കസേര കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ് ജയറാം രമേശ് പറയുന്നത്. ജയറാം രമേശ് സോണിയ കൈവച്ച് കാണിച്ച അതാണ് എന്നാണ് പറയുന്നത്. സോണിയായും അങ്ങനെ തന്നെ ആണെന്ന് പറയുന്നത് അല്ലേ? എന്താണെങ്കിലും വലിയ കോമഡിയാണ് ഈ കോൺഗ്രസ്സുകാർ കാണിച്ചു കൂട്ടുന്നത്. അത് കേരളത്തിലായാലും ഇവിടെ ഒരുത്തൻ പിന്നെ ദേശീയഗാനം പാടാൻ പറഞ്ഞപ്പം പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കയറി പാടിയില്ലേ? ഞാനത് പറയാൻ വന്നത്. മംഗളദായക ജയക എന്നും പറഞ്ഞ് പുള്ളി ജനഗണമന അങ്ങ് തുടങ്ങി വെച്ചു. അത് എന്നിട്ട് പുള്ളി മൈക്ക് കൊടുക്കത്തില്ല. അവസാനം ചാടി വീട് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അതാണ്. ഇതൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ ഒന്നാമത്തെ കാര്യം കോൺഗ്രസ്, തമിഴ്നാട്ട് കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ പ്രശ്നം, അവർ കുറേ വർഷങ്ങൾ അവർ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ചിന്തിക്കില്ല. കസേര സ്ഥാനം, അതിനു വേണ്ടി ഫോട്ടോയിൽ തല കാണിക്കുക, ഇതൊക്കെ ഇത്തരം കലാപരിപാടികളായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പുസ്തകത്തൊന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ജനഗണമനയുടെ തുടക്കം എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ. ഇത് നമ്മുടെ നാട്ടിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ നാട്ടിലെ ഓരോ പ്രസ്ഥാനങ്ങളെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതെന്താണെന്നുള്ള അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു കാര്യം തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ. സോണിയാഗാന്ധിക്ക് അറിയില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കോൺഗ്രസിന് കിട്ടിയ ഒരു ഗ്രിപ്പ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു നിർണായക മുൻതൂക്കം ഈ ഒരു സംഭവത്തോടു കൂടി നഷ്ടമായി എന്ന് തന്നെ പറയേണ്ടി വരും.